ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ലിറ്ററേച്ചർ സാഗ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ കമ്മിങ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ബ്രിട്ടൻ എന്ന ടോപ്പിക്കാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്ത്യാനിറ്റി ബ്രിട്ടനിൽ ആദ്യമായി എത്തിയത് റോമൻ ഓക്യുപ്പേഷൻ്റെ ടൈമിലാണ്. റോമൻസിലൂടെയാണ് ക്രിസ്ത്യാനിറ്റി ബ്രിട്ടനിൽ എത്തുന്നത്. It was the Romans who brought Christianity to Britain. And by the end of the 3rd century, Christianity was accepted by almost all Britons. 3rd centuryയുടെ അവസാനമായപ്പോഴത്തേക്കും ബ്രിട്ടൻസിൽ നല്ലൊരു ശതമാനം പേരും ക്രിസ്ത്യാനിറ്റി എന്നുള്ള റിലീജിയൻ എംബ്രേസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റോമൻ സെയിൻസിന് പുറമെ ബ്രിട്ടൻ്റേതായിട്ടുള്ള സെയിൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് സെയിന്റ് എൽബാൻ ഓഫ് വെറലം, ആറൺ ആൻഡ് ജൂലിയസ് ഓഫ് കേരളൻ. അതുപോലെ തന്നെ നിരവധി ചർച്ചസും ബ്രിട്ടനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയുണ്ടായി. Many churches had been established all over Britain. Unfortunately, it couldn't survive because of the invasion of the Germanic tribes. പക്ഷേ ക്രിസ്ത്യാനിറ്റി എന്നുള്ള റിലീജിയന് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോഴത്തേക്കും ജർമേനിക് ട്രൈബ്സിന്റെ ഇൻവേഷൻ തുടങ്ങി. അതായത് റോമൻ ഓക്യുപ്പേഷൻ കഴിഞ്ഞ് പിന്നെ ഏതൊക്കെ ട്രൈബ്സ് ആണ് ഇൻവേഡ് ചെയ്തത് നമുക്കറിയാം. ആംഗിൾസ്, സാക്സൺസ്, ജൂട്ട്സ്, ഇവർ ജർമേനിക് ട്രൈബ്സ് ആണ്. ഇവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഏറ്റവും ആദ്യം ചെയ്തത് റോമൻ കൾച്ചർ, ട്രഡീഷൻ, ഇതിൻ്റെയൊക്കെ എല്ലാ ട്രേസസും നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ അവർ ആ ഒരു റിലീജിയൻ, ക്രിസ്ത്യാനിറ്റി എന്നുള്ള റിലീജിയനും ക്രിസ്ത്യൻ ചേർച്ചസും എല്ലാം ഡിമോളിഷ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ റോമൻ ഓക്യുപ്പേഷന്റെ സമയത്ത് റോമനൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ബ്രിട്ടൻസ് ഉണ്ടായിരുന്നു, റോമൻ ബ്രിട്ടൻസ്. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവർ നോർത്തിലേക്കും വെസ്റ്റിലേക്കും പലായനം ചെയ്തു. നോർത്തിലും വെസ്റ്റിലും ആരാണ് ഉള്ളതെന്ന് നമുക്കറിയാം. നേരത്തെ ഇവിടുന്ന് പോയ റോമൻ ഓക്യുപ്പേഷന്റെ ടൈമിൽ ഇവിടെ നിന്ന് പോയ കെൽട്സ് ആണ് അവിടെ അഭയം തേടിയിരിക്കുന്നത്. അങ്ങോട്ട് തന്നെ ബാക്കിയുണ്ടായിരുന്ന റോമൻ ബ്രിട്ടൻസും കൂടെ അഭയം തേടിപ്പോയി. ഇങ്ങനെ നോർത്തിലേക്കും വെസ്റ്റിലേക്കും അഭയം തേടിപ്പോയ റോമൻ ബ്രിട്ടൻസ് അവരുടെ കൾച്ചറിന്റെയും ട്രഡീഷന്റെയും കൂടെ തന്നെ അവരുടെ റിലീജിയനും ലാംഗ്വേജും ലിറ്ററേച്ചറും ഒക്കെ കൊണ്ടുപോയിരുന്നു. അങ്ങനെയാണ് നോർത്തിലും വെസ്റ്റിലും ക്രിസ്ത്യാനിറ്റി എന്ന റിലീജിയൻ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അതുവരെ നോർത്തിലും വെസ്റ്റിലും ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നില്ല. ഇവർ അഭയം തേടി പോയപ്പോഴാണ് അവിടെ റിലീജിയനും സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങിയത്. അപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഈ റോമൻസ് ബ്രിട്ടനിലേക്ക് വന്ന സമയത്ത് കെൽട്സ് ഇവിടെ നിന്ന് നോർത്തിലേക്കും വെസ്റ്റിലേക്കും അഭയം തേടി പോയി എന്നുള്ള കാര്യം. അവിടെ അവരുടെ പ്രീസ്റ്റുകളെ വിളിച്ചിരുന്ന പേരാണ് ഡ്രൂയിഡ്സ് എന്നുള്ളത്. റോമൻ ഓക്യുപ്പേഷന്റെ സമയത്ത് റോമൻസ് അവിടെ ചെന്ന് ഈ കെൽട്സിനെ അറ്റാക്ക് ചെയ്ത് ഈ ഡ്രൂയിഡ് പ്രീസ്റ്റുകളെ എല്ലാം ലാർജ് സ്കെയിലിൽ മെസാക്കർ ചെയ്തത്, കൊന്നൊടുക്കിയ കാര്യവും നമ്മൾ പറഞ്ഞു. അങ്ങനെ ക്രിസ്ത്യാനിറ്റി എന്നുള്ള റിലീജിയൻ നോർത്തിലും വെസ്റ്റിലും എത്തിയപ്പോൾ അവരെങ്ങനെയാണോ ആ ഡ്രൂയിഡ് സ്പിരിറ്റ് ഉൾക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ അവർ ക്രിസ്ത്യാനിറ്റിയെയും സ്വീകരിച്ചു. ദ ഓൾഡ് ഡ്രൂയിഡ് സ്പിരിറ്റ്സ് വാസ് നൗ റീപ്ലേസ്ഡ് ബൈ എ ഫേം ബിലീഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് വി കൻ ഓൾസോ സീ ദാറ്റ് as a result, the Celtic Christians, that means the Celts who got converted into Christianity, they began to flourish in Ireland too. That too as an independent body separated from the power of Rome. അപ്പോൾ ഇങ്ങനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടഡ് ആയ കെൽട്സ് ഉണ്ടല്ലോ, അവരെയാണ് പിന്നീട് കെൽറ്റിക് ക്രിസ്ത്യൻസ് എന്നറിയപ്പെട്ടത്. ഈ കെൽറ്റിക് ക്രിസ്ത്യൻസ് അയർലൻഡിലും ഫ്ലറിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. അതും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അവർ ഫ്ലറിഷ് ചെയ്തത്. റോമിന്റെ ആ ഒരു പവറിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ഷൻ ആയിട്ടാണ് അവർ അവിടെ ഫ്ലറിഷ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആൻഡ് ദീസ് ഇൻഡിപെൻഡന്റ് ക്രിസ്ത്യൻസ് ഓഫ് Ireland had their own saints, of whom the most important was Saint Patrick. അങ്ങനെ അയർലൻഡിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫ്ലറിഷ് ചെയ്ത കെൽറ്റിക് ക്രിസ്ത്യൻസിൽ പ്രധാനപ്പെട്ട ചില സെയിൻസ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു സെയിന്റ് പാട്രിക്. സെയിന്റ് പാട്രിക് ഒരു റോമൻ ബ്രിട്ടൻ ആയിരുന്നു. റോമൻ ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ അറിയാലോ, റോമനൈസ്ഡ് ബ്രിട്ടൻ ആയിരുന്നു. ഇദ്ദേഹത്തെ കടൽ കൊള്ളക്കാരെ ആക്രമിച്ച് ബന്ദിയാക്കി അയർലൻഡിലെ സ്ലേവ് ഓണേഴ്സിന് വിൽക്കുകയുണ്ടായി. അങ്ങനെ അവിടെ 6 വർഷത്തോളം അടിമയായിട്ട് അദ്ദേഹം തുടർന്നു. പിന്നീട് ഗാളിലേക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു. അവിടെ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മൊണാസ്ട്രിയിൽ, ഒരു മഠത്തിൽ ചേരുകയും അവിടെ ഒരു മങ്കായിട്ട് ജോയിൻ ചെയ്തു. പിന്നീട് അദ്ദേഹം ഒരു പ്രീസ്റ്റിന്റെ ലെവലിലേക്ക് ഉയർത്തപ്പെട്ടു. അങ്ങനെ പ്രീസ്റ്റ് ആയതിനു ശേഷം ഇദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചെത്തി. ആഫ്റ്റർ ബിക്കമിംഗ് എ പ്രീസ്റ്റ് ഹി റിട്ടേൺ ടു ഇംഗ്ലണ്ട് ഇൻ ഓർഡർ ടു ബ്രിങ് ദ ഗോസ്പൽ ടു അയർലൻഡ്. ഇംഗ്ലണ്ടിലേക്ക് എത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ അയർലൻഡിലേക്കാണ് അദ്ദേഹം പോയത്. എന്നിട്ട് പോയി അവിടെ ക്രിസ്ത്യാനിറ്റി എന്നുള്ള റിലീജിയൻ പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇതോടൊപ്പം തന്നെ അദ്ദേഹം അയർലൻഡിൽ ഒരു മൊണാസ്ട്രി സ്ഥാപിച്ചു. ഹി എസ്റ്റാബ്ലിഷ്ഡ് എ മൊണാസ്ട്രി ഓഫ് അർമഗ് ഇൻ അയർലൻഡ് where he was a bishop for the rest of his life. അവിടെ അദ്ദേഹം ബിഷപ്പായിട്ട് തുടർന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഐറിഷ് പീപ്പിളിനെ ലാറ്റിൻ ലാംഗ്വേജും ലിറ്ററേച്ചറും ഒക്കെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. സോ ഹി ഓൾസോ എൻകറേജ്ഡ് ഐറിഷ് പീപ്പിൾ ടു ലേൺ ലാറ്റിൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ
and thereby he preserved Rome's rich cultural heritage. അതുവഴി റോമിൽ നിന്ന് പകർന്നു കിട്ടിയ ആ ഒരു റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് അദ്ദേഹം പ്രിസർവ് ചെയ്യുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മരണശേഷം പക്ഷെ കുറച്ചൊക്കെ ക്രിസ്ത്യാനിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ ഒന്ന് ടൈംഡ് ആയ ഈ ഫിയേഴ്സ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഐറിഷ് പീപ്പിൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരികെ പോയി. ആഫ്റ്റർ ഹിസ് ഡെത്ത് പീപ്പിൾ ഓഫ് അയർലൻഡ് പ്രിഫർ ടു ഗോ their own fiercely independent way. കുറച്ചൊക്കെ അദ്ദേഹത്തിന് ഇവരെ ടൈം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഇഫേർട്സ് എല്ലാം വേസ്റ്റ് ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ നിരവധി ഐറിഷ് സെയിന്റ്സും മോങ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരു സെയിന്റ് ആണ് സെയിന്റ് കൊളുംബ. സെയിന്റ് കൊളുംബ വാസ് ഓൾസോ an Irish saint who visited England as part of their mission to spread Christianity all over Europe. യൂറോപ്പിൽ മൊത്തം ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കുക എന്നുള്ള മിഷന്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിലെത്തിയ മറ്റൊരു ക്രിസ്ത്യൻ സന്യാസി അല്ലെങ്കിൽ മങ്ക് ആയിരുന്നു സെയിന്റ് കൊളുംബ. He established a monastery in the little island of Iona off the west coast of Scotland in 550 AD. സ്കോട്ട്ലാൻഡിന്റെ വെസ്റ്റ് കോസ്റ്റില് അയണ എന്നുള്ള പ്ലേസിൽ അദ്ദേഹം ഒരു മൊനാസ്ട്രി സ്ഥാപിച്ചു. അത് 550 AD സ്കോട്ട്ലൻഡിൽ ഉള്ളത് ആരാണെന്ന് നമുക്കറിയാം, പിക്സും സ്കോട്ട്സുമാണ്. അപ്പോൾ ഈ സാവേജ് പിക്സിനെയും സ്കോട്ട്സിനെയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം അവിടെ ആ ഒരു മൊനാസ്ട്രി സ്ഥാപിച്ചത്. അത് ഏറെക്കുറെ സക്സസ്ഫുൾ ആകുകയും ചെയ്തു. ഹി വാസ് ഏബിൾ ടു ബ്രിങ് ക്രിസ്ത്യാനിറ്റി ടു ദ സാവേജ് പിക്സ് ഹു വെർ എ കോൺസ്റ്റന്റ് ത്രെറ്റ് ടു ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന് നിരന്തരം ഒരു ന്യൂയിസൻസ് ആയിരുന്ന പിക്സിനെയും സ്കോട്ട്സിനെയൊക്കെ ഏറെക്കുറെ ടൈം ചെയ്യാനായിട്ട് സെയിന്റ് കൊളുംബയുടെ വർക്സിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അയണയിൽ സ്ഥാപിച്ച മൊനാസ്ട്രി പ്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു ഗ്രേറ്റ് സെയിന്റ് ആയിരുന്നു സെയിന്റ് ഐഡൻ. ഇദ്ദേഹം ഒരു കെൽറ്റിക് സെയിന്റ് ആയിരുന്നു, കെൽറ്റിക് ക്രിസ്ത്യൻ ആയിരുന്നു. വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു സെയിന്റ് ഐഡൻ. അദ്ദേഹത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നോർതംബ്രിയയുടെ തീരത്തുള്ള ഒരു ചെറിയ ഐലൻഡായ ലിൻഡിസ് ഫാണയിലായിരുന്നു. ഈ മൊനാസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മങ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളെ പെട്ടെന്ന് അവർക്ക് ഈ ഒരു റിലീജിയനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇൻഫാക്ട് വി ക്യാൻ സേ ദാറ്റ് ദേ വർ റെസ്പോൺസിബിൾ ഫോർ ബ്രിങ്ങിങ് മച്ച് ഓഫ് ഇംഗ്ലണ്ട് ബാക്ക് ടു ക്രിസ്ത്യാനിറ്റി ബൈ ദ പ്യൂരിറ്റി ഓഫ് ദെയർ ലൈഫ്സ് ആൻഡ് ദെയർ ടോട്ടൽ സബ്മിഷൻ ടു ദ വിൽ ഓഫ് ഗോഡ്. അവരുടെ ജീവിതം തന്നെ എക്സാമ്പിൾ ആക്കിക്കൊണ്ട് വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്തുകൊണ്ട് അവർക്ക് ഇംഗ്ലണ്ടിലെ നല്ലൊരു ശതമാനം ആളുകളെ തിരിച്ച് ഈ റിലീജിയനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. പക്ഷേ 6th century AD ആയപ്പോഴത്തേക്കും യൂറോപ്പിൽ മൊത്തത്തില് ഹോളി റോമൻ എംപയറും അതിന്റെ പവറും ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. ദ ഹോളി റോമൻ എംപയർ ബിഗാൻ ടു ഡിക്ലൈൻ ബൈ 6th century. 4th centuryയില് എംപറർ കോൺസ്റ്റന്റൈൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഹോളി റോമൻ എംപയർ ആണ് 6th century ആയപ്പോഴത്തേക്കും തകരാനായിട്ട് തുടങ്ങിയത്. ആൻഡ് വിത്ത് ദ ഡിക്ലൈൻ ഓഫ് ദ ടെമ്പറൽ പവർ ദ സ്പിരിച്വൽ പവർ വാസ് ഓൾസോ ഷേക്കൺ. അതിന്റെ ഒരു ഫലമായിട്ട് സ്പിരിച്വൽ പവറും ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ക്രിസ്ത്യാനിറ്റി എന്നുള്ള റിലീജിയനും വെല്ലുവിളി നേരിടാനായിട്ട് തുടങ്ങി. യൂറോപ്പിലുടനീളം ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ചേർച്ചസ് എല്ലാം നശിക്കാനായിട്ട് തുടങ്ങി. ക്രിസ്ത്യൻസും തമ്മിൽ യൂണിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. ആ ഒരു ടൈമിലാണ് പക്ഷേ യൂറോപ്പ് കണ്ടതിൽ വെച്ച് വലിയ ഒരു മൊനാസ്റ്റിക് റിവൈവൽ സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് വാസ് അറ്റ് ദിസ് ടൈം ദാറ്റ് യൂറോപ്പ് വിറ്റ്നസ്ഡ് എ മൊനാസ്റ്റിക് റിവൈവൽ സ്റ്റാർട്ടഡ് ബൈ ദ ലൈഫ് ആൻഡ് എക്സാമ്പിൾ ഓഫ് സെയിന്റ് ബെനഡിക്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് സെയിന്റ് ബെനഡിക്റ്റ്. ക്രിസ്ത്യാനിറ്റി ഏകദേശം തകർന്നടിഞ്ഞ ആ ഒരു സമയത്ത് അതിനെ വീണ്ടും പിടിച്ചുയർത്തിക്കൊണ്ടുവന്നത് സെയിന്റ് ബെനഡിക്റ്റും അദ്ദേഹത്തിന്റെ വർക്ക്സുമാണ്. ഈ ഒരു മൊനാസ്റ്റിക് റിവൈവൽ ഇനീഷ്യേറ്റ് ചെയ്തത് തന്നെ സെയിന്റ് ബെനഡിക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് ഫോർ ദിസ് ഹി ഫോർമുലേറ്റഡ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് വിച്ച് ഹാഡ് ബീൻ ദ ബേസിസ് ഓഫ് മൊനാസ്റ്റിക് ലൈഫ്. എങ്ങനെയായിരിക്കണം ഒരു ഐഡിയൽ ആയിട്ടുള്ള സെയിന്റ്, ഒരു ക്രിസ്ത്യൻ സെയിന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തു. And according to his teachings, the priest had to take not only the vows of poverty, chastity and obedience, but his time should be divided equally between manual work, study and prayer. ഒരു പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പോവേർട്ടി, ചേസ്റ്റിറ്റി, ഒബീഡിയൻസ് ഈ 3 ക്വാളിറ്റീസിനെ മാത്രം മുറുകെ പിടിച്ചാൽ പോരാ, അധ്വാനിച്ച് ജീവിക്കുന്നവൻ കൂടി ആയിരിക്കണം, മാനുവൽ വർക്ക് ചെയ്യണം, അതുപോലെ കുറച്ച് സമയം ഇന്റലക്ച്വൽ ആയിട്ടുള്ള സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം, അതുപോലെ തന്നെ പ്രയറിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിന് അദ്ദേഹം കോയിൻ ചെയ്ത ഒരു റൂളാണ് ഓറ എറ്റ് ലേബോറ, to work and to pray. It was the dictum of Saint Benedict. പ്രാർത്ഥനയോടൊപ്പം തന്നെ ജോലി എന്നുള്ള ഒരു ഡിക്റ്റമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ മൊണാസ്ട്രീസ് എല്ലാം പിന്നീട് ലേണിംഗിന്റെയും സ്കോളർഷിപ്പിന്റെയും ഒക്കെ സെന്റേഴ്സ് ആയിട്ട് മാറി. അതോടൊപ്പം തന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ ഉള്ളവർ ഇൻഡിപെൻഡന്റും സെൽഫ് സഫീഷ്യന്റുമായിട്ട് മാറാനായിട്ട് തുടങ്ങി.
അങ്ങനെ സെയിന്റ് ബെനഡിക്റ്റിന് ശേഷം സെയിന്റ് ബെനഡിക്റ്റിന്റെ ടീച്ചിങ്സ് അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത മറ്റൊരു സെയിന്റ് ആയിരുന്നു പോപ്പ് ഗ്രിഗറി ദ ഗ്രേറ്റ്. പോപ്പ് ഗ്രിഗറി 540 AD ജനിക്കുന്നത്. അദ്ദേഹം ഒരു നോബിൾ റോമൻ ഫാമിലിയിലെ മെമ്പർ ആയിരുന്നു. ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഹൗസ്, വീട് ഒരു മൊണാസ്ട്രി ആയിട്ട് അദ്ദേഹം കൺവേർട്ട് ചെയ്തു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ലൈഫിലെ നല്ല ഒരു ഭാഗവും അദ്ദേഹം ലൗകിക സുഖങ്ങളെല്ലാം ത്യജിച്ച് സ്പിരിച്വൽ ലൈഫിന് വേണ്ടി മാറ്റിവെച്ചതാണ്. ഹി വാസ് an ardent follower of Saint Benedict and he promised the angle slaves who were put up for sale in the slave market of Rome that he would convert them to Christianity. അതുപോലെ അദ്ദേഹം റോമൻ മാർക്കറ്റിൽ സെയിലിന് വേണ്ടി വെച്ചിരുന്ന ആംഗിൾ സ്ലേവ്സിനെ മോചിപ്പിക്കുകയും അവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. ഇത് അദ്ദേഹം പക്ഷെ പോപ്പ് ആയതിനു ശേഷമാണ് അദ്ദേഹത്തിന് സാധിച്ചത്. ആൻഡ് ദിസ് പോപ്പ് ഗ്രിഗറി ഹി മേ ബി സെറ്റ് ടു ബി ദ ഫസ്റ്റ് ഓഫ് ദ ഗ്രേറ്റ് പോപ്സ്, ദ ഫൗണ്ടർ ഓഫ് ദ പവർഫുൾ പേപ്പസി ഓഫ് ദ മിഡിൽ ഏജസ്. മിഡിൽ ഏജസിലെ പേപ്പസിയുടെ ഫൗണ്ടർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വ്യക്തിയാണ് പോപ്പ് ഗ്രിഗറി. പോപ്പ് ആയതിനു ശേഷമാണ് അദ്ദേഹം ഈ ആംഗിൾ സ്ലേവ്സിനെ മോചിപ്പിക്കുന്നതും അവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടഡ് ആക്കുന്നതും. പിന്നീട് ആംഗിൾ ലാൻഡിലേക്ക് അദ്ദേഹം സെയിന്റ് അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ക്രിസ്ത്യൻ മങ്സിനെ അയച്ചു. ഈ ഒരു മിഷന് അദ്ദേഹത്തിന് കെന്റിലെ രാജാവായ കിങ് എതൽബർട്ടിന്റെ വൈഫിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു. കിങ് എതൽബർട്ടിന്റെ വൈഫ് ഒരു ക്രിസ്ത്യൻ ആയിരുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റീസൺ. ബർത്ത എന്നായിരുന്നു അവരുടെ പേര്. അതുകൊണ്ട് തന്നെ സെയിന്റ് അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിലെത്തിയ മിഷണറീസിന് നല്ല ഒരു സ്വീകരണമാണ് ഇംഗ്ലണ്ടിൽ ലഭിച്ചത്. Thus the official Christianization of England began with the coming of the Saint Augustine accompanied by 40 monks in the year 597 AD. അങ്ങനെ ഒഫീഷ്യലി ഇംഗ്ലണ്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടഡ് ആവാൻ തുടങ്ങിയത് 597 AD നമുക്ക് പറയാം. ഈ സെയിന്റ് അഗസ്റ്റിനും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും അവിടെ എത്തിയതിന് ശേഷമാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെത്തിയ സെയിന്റ് അഗസ്റ്റിനും അദ്ദേഹത്തിന്റെ മിഷണറീസിനും എതൽബർട്ട് നല്ല ഒരു സ്വീകരണമാണ് നൽകിയത്. റോയൽ സിറ്റിയായ കാൻറ്റർബറിയിൽ അവർക്ക് താമസ സൗകര്യം ഒരുക്കി. സെയിന്റ് അഗസ്റ്റിനോടൊപ്പം എത്തിയ 40 മങ്സ്, സന്യാസിമാര് തകർന്നടിഞ്ഞിരുന്ന പല ക്രിസ്ത്യൻ ചർച്ചുകളും അവർ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ റിനോവേറ്റ് ചെയ്ത ഒരു ചർച്ചായിരുന്നു സെയിന്റ് മാർട്ടിൻ, which had been sacked by the Saxons and took it as their headquarters. സാക്സൺ ഇൻവേഷന്റെ സമയത്ത് അവർ ഡിമോളിഷ് ചെയ്ത ഒരു ക്രിസ്ത്യൻ ചർച്ചായിരുന്നു സെയിന്റ് മാർട്ടിൻ. അത് ഇവർ റിപ്പയർ ചെയ്തെടുത്തു. അങ്ങനെ സെയിന്റ് അഗസ്റ്റിനും ഫോളോവേഴ്സും പതിയെ പതിയെ രാജാവിനെയും അവിടുത്തെ ജനങ്ങളെയും ക്രിസ്ത്യാനിറ്റി എന്നുള്ള റിലീജിയനിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് സൂൺ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ദ ഹോൾ ഓഫ് കെന്റ് ബിക്കെയിം ക്രിസ്ത്യൻ. അങ്ങനെ കെന്റ് കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്ത്യൻ ആയി മാറി. And as a result, the Pope consecrated Augustine as the first Archbishop of Canterbury. അങ്ങനെ കാൻറ്റർബറിയിലെ ആദ്യത്തെ ആർച്ച് ബിഷപ്പായിട്ട് പോപ്പ് സെയിന്റ് അഗസ്റ്റിനെ കോൺസിക്രേറ്റ് ചെയ്തു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഫസ്റ്റ് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ആരാണെന്ന് ചോദിച്ചാൽ സെയിന്റ് അഗസ്റ്റിൻ ആണ്. അങ്ങനെ കാൻറ്റർബറി ഇംഗ്ലണ്ടിലെ സ്പിരിച്വൽ പവറിന്റെ ആ ഒരു സീറ്റായിട്ട് മാറി. അതുപോലെ തന്നെ ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി ക്രിസ്ത്യൻ ആകുന്ന ഒരു നാട്ടുരാജ്യം, ഹെപ്റ്റാക്കിയിലെ ഒരു നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതും കെന്റാണ്. അത് എതൽബർട്ട് എന്നുള്ള കിങ്ങും അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ വൈഫായ ബോത്തയും ഉണ്ടായിരുന്നത് കൊണ്ടാണിത് പെട്ടെന്ന് സാധ്യമായത്. പക്ഷേ എതൽബർട്ടിന്റെ മരണത്തോടുകൂടെ കെന്റിന്റെ പവർ ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. വിത്ത് ദ ഡെത്ത് ഓഫ് എതൽബർട്ട്, ദ പവർ ഓഫ് കെന്റ് ബിഗാൻ ടു ഡിക്ലൈൻ ആൻഡ് ദ നെക്സ്റ്റ് കിങ്ഡം ടു റൈസ് ടു പ്രോമിനൻസ് വാസ് നോർതംബ്രിയ. നമ്മൾ ഹെപ്റ്റാക്കിയിൽ പഠിച്ചു, കെന്റിന് ശേഷം പവർഫുള്ളായി എമേർജ് ചെയ്തത് നോർതംബ്രിയയാണ്. അതുപോലെ തന്നെ എതൽബർട്ടിന്റെ മകളായ എതൽബർഗ നോർതംബ്രിയയിലെ എഡ്വിൻ എന്നുള്ള രാജാവിനെ വിവാഹം ചെയ്യുകയും ചെയ്തു. എതൽബർഗ, the daughter of Ethelbert of Kent, was married to Edwin of Northumbria, and this Ethelberga, she was a Christian, and she brought Paulinus, a Roman monk, with her to Northumbria. നോർതംബ്രിയയിലേക്ക് എതൽബർഗ വിവാഹം ചെയ്തു പോയപ്പോഴത്തേക്കും പോളിനസ് എന്ന പേരുള്ള ഒരു റോമൻ മങ്കിനെയും കൂടെ കൊണ്ടുപോയി. അങ്ങനെ പോളിനസിന്റെ ടീച്ചിങ്സും ആറ്റിറ്റ്യൂഡും ഒക്കെ അവിടുത്തെ കിങ്ങിനും കോർട്ടിയേഴ്സിനും ജനങ്ങൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുകയും ക്രിസ്ത്യൻ ഫെയ്ത്ത് അവിടെ പതിയെ സ്പ്രെഡ് ആവാനായിട്ടും തുടങ്ങി. And the religion began to flourish in England gradually. 8 വർഷത്തോളം റിലിജൻ അവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. പക്ഷെ അതിനുശേഷം എഡ്വിൻ മരണപ്പെട്ടു. അതോടുകൂടെ ക്രിസ്ത്യാനിറ്റി നോർതംബ്രിയയിൽ നിന്ന് അപ്രത്യക്ഷമാവാനായിട്ട് തുടങ്ങി. പിന്നീട് ഓസ്വാൾഡ് എന്ന് പറയുന്ന കിങ് നോർതംബ്രിയയുടെ രാജാവായപ്പോഴാണ് വീണ്ടും ക്രിസ്ത്യാനിറ്റി ഒന്നുകൂടെ നോർതംബ്രിയയിൽ വരാനായിട്ട് തുടങ്ങിയത്. But it reappeared with the rise of King Oswald as the king of Northumbria. And this time the spread of Christianity was carried on by Bishop Aidan. ഈ ഒരു സമയത്ത് ക്രിസ്ത്യൻ റിലീജിയൻ പ്രചരിപ്പിച്ചത് ലിൻഡിസ്ഫാനയിലെ ബിഷപ്പ് എയ്ഡൻ ആണ്.
അത് കിങ് ഓസ്വാൾഡിന്റെ നിർദ്ദേശപ്രകാരവുമായിരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് കിങ് ഓസ്വാൾഡ് ഗോട്ട് killed by the Mercian king Penda, and later this Mercian king Penda was in turn defeated and killed by Oswy, the brother of Oswald, and thus the Christian religion was saved from further attacks. ഇടയ്ക്കൊന്ന് ക്രിസ്ത്യാനിറ്റി ഒന്ന് ഫെയ്ഡ് ആയി പോയായിരുന്നു, കാരണം കിങ് ഓസ്വാൾഡിനെ പെൻഡ എന്നുള്ള മേർഷ്യൻ കിങ് വധിച്ചു. അപ്പോഴത്തേക്കും ക്രിസ്ത്യൻ ഫെയ്ത്തും ഒന്ന് പതിയെ മങ്ങാനായിട്ട് തുടങ്ങി. എങ്കിലും പെട്ടെന്ന് തന്നെ ഓസ്വാൾഡിന്റെ ബ്രദറായ ഓസ്വായ് പെൻഡായെ വധിച്ചു. അങ്ങനെ ക്രിസ്ത്യാനിറ്റി വീണ്ടും ഫ്ലറിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ദസ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത് വാസ് ടേക്കൺ ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് മെനി മൊണാസ്ട്രീസ് വെർ എസ്റ്റാബ്ലിഷ്ഡ്. ഇതേ തുടർന്ന് ഇംഗ്ലണ്ടിലെ പല സ്ഥലങ്ങളിലേക്കും ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഇംഗ്ലണ്ടിലെ പല സ്ഥലങ്ങളിലും മൊണാസ്ട്രീസ് എസ്റ്റാബ്ലിഷ്ഡ് ആവാനായിട്ട് തുടങ്ങി. ഇതിന് മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻ മങ്സ് അവരുടെ ജീവിത രീതി തന്നെയായിരുന്നു. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ലൈഫായിരുന്നു അവരുടേത്. അത് ജനങ്ങളെ പെട്ടെന്ന് ഈ ഒരു ഫെയ്ത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 7th സെഞ്ച്വറിയുടെ അവസാനമായപ്പോഴത്തേക്കും ഇംഗ്ലണ്ട് ടോട്ടലി ക്രിസ്ത്യൻ ആയിട്ട് കൺവേർട്ടഡ് ആയിരുന്നു. ബൈ ദി എൻഡ് ഓഫ് ദ 7th സെഞ്ച്വറി ദ കൺവേർഷൻ ഓഫ് ഇംഗ്ലണ്ട് ഇൻ ടു ക്രിസ്ത്യൻ ഫെയ്ത്ത് വാസ് കംപ്ലീറ്റ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പല ക്രിസ്ത്യൻ നേഷൻസ് തമ്മിൽ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കിങ് ഓസ്വൈ 664 AD ഒരു റിലീജിയസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടി. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സിനഡ് ഓഫ് വിറ്റ്ബൈ. കിങ് ഓസ്വൈ തന്നെയാണ് ഈ ഒരു കോൺഫറൻസിൽ പ്രിസൈഡ് ചെയ്തത്. ഈ ഒരു കോൺഫറൻസിൽ എടുത്ത തീരുമാനപ്രകാരം ഇംഗ്ലീഷ് ചർച്ച് എന്നും റോമിലെ പോപ്പിന്റെ കീഴിലായിരിക്കുമെന്ന് പ്രസ്താവിച്ചു. The English church would be subservient to the Pope of Rome, who was the successor of Saint Peter. And thus, England became the faithful servant of the See of Rome for the next 9 centuries until the coming of King Henry VIII and Protestantism. പിന്നീട് ഏകദേശം 9 സെഞ്ച്വറീസോളം ഇംഗ്ലണ്ട് അങ്ങനെ തന്നെ തുടർന്നു. ഇംഗ്ലീഷ് ചർച്ച് എന്നും പോപ്പിനോട് സബ്സർവിയന്റ് ആയിട്ട് തന്നെ തുടർന്നു. പിന്നീട് അതിനൊരു മാറ്റം വരുന്നത് കിങ് ഹെൻറി VIII കാലഘട്ടത്തിലാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കും. So that is all about the first part of the coming of Christianity. So